ടി.പി. ജയചന്ദ്രൻ. പക്ഷേ പ്രശ്നം എന്ന് പറയുമ്പോൾ ഒട്ടും സെൻസിറ്റീവ് അല്ലാത്ത ഒരു കാര്യമായിട്ട് പോലും അല്ല, ഇപ്പോൾ 2019 ഇത് വലിയൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആയിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വരുമ്പോൾ ഇതിനെ അങ്ങ് ഊതി വീർപ്പിക്കാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി BJP ഇത് പൊടുന്നനെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നു. കേന്ദ്ര സർക്കാർ പൊടുന്നനെ വിജ്ഞാപനം ഇറക്കുന്നു. ഇതും സംശയദൃഷ്ടിയോട് കൂടി തന്നെ കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ വന്നു നിൽക്കുന്ന സമയമാണ്. ഇതിനെ ഏത് രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്തുവാൻ കഴിയുമെന്ന് അറിയാവുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അതാണ് സംശയത്തിനിട നൽകുന്നത്. വിഭജനം ഉണ്ടാക്കുവാനുള്ള തന്ത്രപരമായ നീക്കം. കേൾക്കുന്നില്ല ശ്രീ ജയേന്ദ്ര സാർ? കേൾക്കുന്നില്ല. മഞ്ജുഷേ, അരിയാഹാരം കഴിക്കുന്ന തലയിൽ ആൾതാമസമുള്ള ഏതൊരാൾക്കും അറിയാം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഒരു വെല്ലുവിളിയോ ഒരു വിഷയമോ അല്ല. എന്റെ മുൻ സുഹൃത്ത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി വന്ന അദ്ദേഹം ഒരുപക്ഷെ ക്യാപ്സ്യൂള് കിട്ടാൻ വൈകിട്ടുണ്ടാവാം. എന്നാൽ ഒരു കാര്യം ഞാൻ അദ്ദേഹത്തെ നമിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിക്കാർ പറയുന്ന വിഭിന്നമായിട്ട് ഇത് ഇന്ത്യയിലെ ഒരു പൗരനെയും ബാധിക്കില്ലെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ സർ, രാമജന്മഭൂമി വിഷയവും NRCയും ഒക്കെ ഉണ്ടാകുന്നതിന്റെ അല്ലെങ്കിൽ തർക്കമാകുന്നതിന് മുമ്പ് ഇന്ത്യയിൽ എത്ര തെരഞ്ഞെടുപ്പ് നടന്നു? നിങ്ങൾക്കറിയോ, പുൽപ്പള്ളി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബോക്സ നഗറിൽ 66% മുസ്ലിങ്ങളുള്ള ബോക്സ നഗറിൽ ത്രിപുരയിൽ മാർക്സിസ്റ്റ് പാർട്ടി മാത്രം കൈപ്പിടിയിൽ ഒരുക്കി വെച്ച ആ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു. എന്താണ്? 1909 വോട്ടാണ് സിറ്റിംഗ് MP മത്സരിച്ച നിങ്ങൾക്ക് കിട്ടിയത്. അന്ന് ഈ രാജ്യത്ത് ചർച്ച ചെയ്തായിരുന്നില്ല. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല ചരിത്രമൊന്നും. കോലാർ ഗോൾഡ് ഫീൽഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കർണാടകയിലെ നമ്മുടെ തൊട്ടടുത്ത തൊഴിലാളികൾക്ക് പ്രാധാന്യമുള്ള സ്ഥലമാണ്. കെട്ടിവെച്ച കാശില്ല. ഡോക്ടർ ദാമോദരനോ മറ്റോ നമ്മുടെ നിങ്ങളുടെ MLA അയാൾ തോറ്റു. പക്ഷെ ഇത് സംബന്ധിച്ചിടത്തോളം നമ്മൾക്കൊരു കാര്യം വ്യക്തമാണ്. 2019 ഡിസംബറിൽ ലോക്സഭ പാസ്സാക്കി. 2020 ജനുവരി 20 നിലവിൽ വന്നു. 30 ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും 9 സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിമാർക്കും പരിശോധനകൾക്ക് ശേഷം അംഗത്വം നൽകാനുള്ള അധികാരം നൽകി. അപ്പൊ ഈ ഒരു ബില്ലിനെ സംബന്ധിച്ചിടത്തോളം തർക്കമുണ്ടാക്കുന്ന ഇടതുപക്ഷ സുഹൃത്ത് അല്പമൊക്കെ കാര്യങ്ങൾ പഠിച്ചു വരണമെന്ന് എനിക്കൊരു വിനയപൂർവ്വമായ അഭ്യർത്ഥനയുണ്ട്. അദ്ദേഹം പറയുന്നു ഇല്ലീഗൽ മൈഗ്രൻസിന് അല്ലെങ്കിൽ ഇത്തരം ആളുകൾക്ക് ഇവിടെ കൊടുക്കുന്നില്ല. 1955 CAA നിയമം എന്തായിരുന്നു സർ? ഇനി നിങ്ങൾ തള്ളിപ്പറയുന്നത് നിങ്ങളുടെ നേതാക്കന്മാരെയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയും. ഞാൻ എന്റെ സുഹൃത്തിനെ ഓർമ്മിപ്പിക്കുന്നത്, സർ, CAA എന്നതിനെ കുറിച്ച് 2012 മെയ് മാസം 25 അന്ന് BJP അല്ല അധികാരത്തിൽ. എന്റെ ഇടതുപക്ഷ സുഹൃത്ത് ശ്രദ്ധിക്കണം ഡേറ്റ്. 2012 മെയ് മാസം 25 ഇറങ്ങിയ ഇന്ത്യയിലെ എല്ലാ പത്രത്തിലും, എല്ലാ ദേശീയ പത്രത്തിലും പ്രകാശ് കാരാട്ട്, അന്നത്തെ നിങ്ങളുടെ ദേശീയ സെക്രട്ടറി, അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് അയച്ച കത്ത് ഒരു വട്ടം നിങ്ങൾ വായിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഈ വിവരക്കേട് ഇവിടെ നിന്ന് പുലമ്പില്ല. എന്താണ് പ്രകാശ് കാരാട്ട് പറയുന്നത്? ചരിത്രപരമായ കാരണങ്ങൾ, സാഹചര്യങ്ങളാൽ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ന്യൂനപക്ഷങ്ങളെയും സാമ്പത്തിക കാരണങ്ങളാൽ നയിക്കപ്പെടുന്നവരെയും വേർതിരിച്ച് കാണാനാവില്ല. 2003 CAA 2(1)B അനുയോജ്യമായ ഭേദഗതി വേണം. ഒന്നും കൂടി എന്റെ സുഹൃത്ത് കേൾക്കണം. ന്യൂനപക്ഷ അഭയാർത്ഥികളിൽ ഭൂരിഭാഗവും നാമശൂദ്രർ, മാജ്ഹി തുടങ്ങിയ പട്ടികജാതിക്കാരാണ്. ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നും പീഡനം നേരിടുന്ന ഈ നിർഭാഗ്യവാന്മാർക്ക് പൗരത്വത്തിന് കൂടുതൽ ഉദാരമായ സമീപനം വേണമെന്ന് മൻമോഹൻ സിംഗ് നടത്തിയ പ്രസംഗത്തെ അദ്ദേഹം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുന്നു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ പീഡനം നടന്നുള്ള സാഹചര്യത്തിൽ ഈ നിർഭാഗ്യവാന്മാർക്ക് അഭയം പ്രേരിപ്പിക്കുന്നതോടൊപ്പം ഇത് ഞങ്ങളുടെ ബാധ്യതയാണെന്നും പ്രതിപക്ഷ നേതാവ് LK അഡ്വാനി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനോട് അനുഭവം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ പാർലമെന്റിൽ സമവായമുണ്ടാക്കി വിഷയം ഇനിയും നീട്ടിക്കൊണ്ടുപോകാതെ ഇവർക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാകണം. 2003 CAA അമെന്റ്മെന്റിനെ കുറിച്ച് അവിടെ നടത്തിയ പ്രസംഗം ഓർമ്മിപ്പിച്ചുകൊണ്ട് 2012 നിങ്ങളുടെ സെക്രട്ടറിയെ കത്താം. ഇവിടെ വിഷയമൊന്നുമില്ല മഞ്ജുഷേ. അല്ല, അതിൽ ശ്രീ ടി.പി. ജയചന്ദ്രൻ, അതിലിപ്പോൾ CPM പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ ശരിയാണ്. മൻമോഹൻ സിംഗിന്റെ പ്രസംഗത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് കോൺഗ്രസ് പറയുന്നതും ഈ CPM നേതാക്കളുടെ അന്നത്തെ ആവശ്യത്തെ ന്യായീകരിച്ചുകൊണ്ട് CPM നേതാക്കൾ പറയുന്നതുമായ കാര്യം എന്നത് ഇത് 3 രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കരുത്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഈ ഷിയ മുസ്ലിങ്ങൾ, അതുപോലെ തന്നെ അഹമ്മദീയ മുസ്ലിങ്ങൾ, ഇവരെയൊക്കെ ഈ കൂട്ടത്തിൽ ചേർക്കണമായിരുന്നു. അതുപോലെ മ്യാൻമർ, നേപ്പാൾ, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങളെ കൂടി ചേർക്കണമായിരുന്നു. അതല്ലാതെ ഈ 6 മതങ്ങളുടെ പേരിൽ മാത്രം
പൗരത്വം കൊടുത്തത് ശരിയായില്ല, മുസ്ലിങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കിയത് ശരിയായില്ല. ഇതാണ് ഈ രണ്ടുപേരുടെയും, മൻമോഹൻ സിംഗിന്റെയും കാരാട്ടിന്റെയും പ്രസംഗത്തെ ഉദ്ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കത്തുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ CPM-ന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ നൽകുന്ന വ്യാഖ്യാനം. 2019 ഇതേ വിഷയം ചർച്ച ചെയ്തതാണ്, ഇത് കേട്ടതുമാണ്. അല്ല, നിയമപരമായ അജ്ഞതയ്ക്ക് മഞ്ജുഷ എന്റെ കയ്യിൽ ഉത്തരവില്ല. റിലീജിയസ് പെർസിക്യൂഷനിൽ എങ്ങനെയാ സുന്നി ഷിയ പെർസിക്യൂഷൻ വിടുക? അത് സെക്ടേറിയൽ പെർസിക്യൂഷൻ അല്ലേ? അത് ഈ നിയമത്തിന്റെ പരിധിയിൽ വരുമോ? ഈ രാജ്യങ്ങളിൽ മതപരമായ പീഡനം എന്ന വാക്കിനടുത്ത് പെടുമോ? മതപരമായ പീഡനം ബംഗ്ലാദേശിൽ ഭൂട്ടാനിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു കാര്യവും കൂടെ ഇടതുപക്ഷ സുഹൃത്തിനെ ഓർമ്മിപ്പിക്കുന്നു. ഭൂട്ടാനിൽ നിന്നും മ്യാൻമാറിൽ നിന്നും വരുന്ന ഹിന്ദു അഭയാർത്ഥികൾക്ക് മറ്റുള്ളിടത്തെ അഭയാർത്ഥികളെ പോലെ തന്നെ 11 വർഷം കഴിഞ്ഞാൽ മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും തമ്മിൽ ഇക്കാര്യത്തിൽ വിവേചനമില്ല. ഇത് ന്യൂനപക്ഷ പീഡനത്തിന് ഇരയാകുന്നവർക്കുള്ളതാണ്. ഭൂട്ടാനിലെ ഹിന്ദുക്കൾക്ക് ന്യൂനപക്ഷ പീഡനത്തിന്റെ പരിധിയിൽ വരില്ല. അതുകൊണ്ട് ഭൂട്ടാനിലെയും മ്യാൻമാറിലെയും ഇത്തരം പ്രോസിക്യൂഷൻ നേരിടുന്നവർക്ക് ഈ നിയമപരമായ ഇളവില്ല. ഇതൊരു കാര്യം വളരെ വ്യക്തമാണ്. ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ആട്ടിൻകുട്ടന്മാരെ കൊണ്ട് അടി കുടിച്ചിട്ട് ചോര കുടിക്കാൻ സാധിക്കുമോ? ഇനിയിപ്പോ മുസ്ലിം ലീഗ് പറഞ്ഞു, ഞാൻ അവരെ എതിർക്കുന്നില്ല, അവർക്കുള്ള അവരുടെ വിഷമത്തെക്കുറിച്ച് അവർ കോടതിയിൽ പോകട്ടെ. ഇപ്പൊ തന്നെ നമ്മൾ പഠിക്കേണ്ടത് എന്താ? 250 ഹർജികൾ സുപ്രീം കോടതിയിലുണ്ട്. 250 ഹർജികൾ. കോടതി അത് തൊടാൻ പോലും തയ്യാറാവുന്നത് എന്തുകൊണ്ട്? കോടതിക്കറിയാം ഇത് കുത്തിത്തിരിപ്പാണ് എന്ന്. ഇനി അതെല്ലാം കാര്യങ്ങൾ മുന്നോട്ട് വരട്ടെ. അല്ല, അങ്ങനെയാണെങ്കിൽ കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയമാണ് കൊണ്ട് കാണുന്നില്ല. ഇത്രയും എതിർപ്പ് ഇവിടെ ഉണ്ടായിരുന്നു, ഇത്രയും സംസ്ഥാനങ്ങളുടെ എതിർപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇത്രയും നാൾ ഇത് നടപ്പാക്കാതിരുന്നതും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് പൊടുന്നനെ വിജ്ഞാപനം ഇറക്കിയതും. മഞ്ജുഷേ, ഞങ്ങൾ ഈ രാജ്യത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്ന പാർട്ടിയാണ്. 5 കൊല്ലം വിലക്കയറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ക്ഷേമ പെൻഷൻ നൽകാമെന്ന് പറഞ്ഞാൽ കൊങ്കയ്ക്ക് പിടിക്കുന്നവർക്ക് മനസ്സിലാവില്ല. ഞങ്ങൾ ജനങ്ങളോട് 2014 കുറെ വാഗ്ദാനങ്ങൾ നൽകി. ആ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിക്കാനുള്ള ജനവിധിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ ഓട് പൊളിച്ച് അകത്ത് കയറിയതല്ലോ. ശരി ശരി ശ്രീ ടി പി ജയചന്ദ്രൻ, അതായത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ, അതായത് രാഷ്ട്രീയ അജണ്ടകൾ, ഇത് ഒന്നൊന്നായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഒടുവിൽ കാണുന്നതാണ് ഈ CAA. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ